ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച തസ്യാവജസ്സമാകർണ്യ കാരുണ്യം നാരദോ ഗതഃ തയോർബോധനമാരേഭേ കരാഗ്രേണാവിമർദ്ധയൻ മുഖം സംയോജ്യ കർണാന്തേ ശബ്ദമുച്ചൈ സമുച്ചരൻ ജ്ഞാനപ്രബുദ്ധ്യതാം ശീഘ്രം രേ വൈരാഗ്യപ്രബുദ്ധ്യതാം വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠൈർമുहुर्मुहुः ബോധ്യമാനൗ തദാദേന കഥഞ്ചിച്ചോത്തിതൗ ഫലാദ് നേത്രൈരനവലോകന്തൗ ജൃംഭന്തൗ സാലസാവുഭൗ ഭഗവത് ബലിതൗ പ്രായ ശുഷ്കാകാഷ്ഠാസമാഗഗൗ ക്ഷുച്ഛാമൗദൗ നിരീക്ഷ്യൈവ പുനഃസ്വാപപരായണൗ ഋഷിശ്ചിന്താവരോ ജാതഃ കിം വിധേയം മയേതി ച. സൂതൻ പറഞ്ഞു, ഗീരിതു കേട്ടു തന്നുൾക്കാമ്പിലേറ്റവും കാരുണി വീണ്ടും വളർന്നു വീണാധരൻ. ജ്ഞാനവൈരാഗ്യങ്ങളാം തത്തനൂജരെ താനേ തടവിയുണർത്താനൊരുങ്ങിനാൻ. തത്കർണസന്നിധി ആനനം ചേർത്തു സുവ്യക്തമായി ജ്ഞാനവൈരാഗ്യങ്ങളെ നിങ്ങൾ വേഗമുണരുവിനെന്നുറച്ചോതിനാൻ. ആഗമക്കാതലായിടുമാ മാമുനി വേദവേദാന്തങ്ങൾ ഉച്ചമടിക്കടിക്കോതിയും ഗീതവായിച്ചുമുദ്ബോധനം നാരദനകവേ ദുർബലരാമവർ പാരം പണിപ്പെട്ടുണർന്നെഴുന്നേറ്റിതേ. എങ്കിലും കൺമിഴിക്കാതെ വിവശത തങ്കിയും കോട്ടുവായിട്ടും അലസരായി വെൺകൊറ്റി പോലെ നരച്ചുണക്കച്ചുള്ളി തൻ കണക്കസ്തി മാത്രാങ്കരായി നിന്നിതേ. ക്ഷുത്തിനാൽ ക്ഷീണിച്ചു വീണ്ടും ഉറങ്ങുവാൻ ഉദ്യമിക്കുന്നതു കണ്ട മുനീശ്വരൻ ക്ഷീണാമിവർക്കൊഴിപ്പാൻ ഇതാനീമെന്തു വേണമെന്നായുറ്റു ചിന്ത ചെയ്തിടിനാൻ. അഹോ നിദ്ര കഥം യാതി വൃദ്ധത്വം ച മഹത്തരം ചിന്തയന്നിധി ഗോവിന്ദം സ്മാരയാമാസ ഭാർഗവ. കഷ്ടമീ നിദ്രയും വൃദ്ധസ്ഥിതിയും എമ്മട്ടൊഴിക്കാവതെന്നെത്ര ചിന്തിക്കിലും കിട്ടിടാതായുപായം പുനരം മുനിശ്രേഷ്ഠൻ സ്മരിച്ചു ചിന്മൂർത്തിയാം കൃഷ്ണനെ. വ്യോമവാണീ തദൈവാഭൂത് മാറിഷഖിദ്യതാമിതി ഉദ്യമസഫലസ്തേ തു ഭവിഷ്യതി ന സംശയഃ. ഏതദർത്ഥം തു സത്കർമ്മ സുരർഷേ ത്വം സമാചര തത്തേ കർമാഭിദാസ്യന്തി സാധവഃ സാധുഭൂഷണാഃ. സത്കർമ്മണി കൃതേ തസ്മിൻ സനിദ്രാവൃദ്ധധാനയോഃ ഗമിഷ്യതി ക്ഷണാത് ഭക്തിഃ സർവദഃ പ്രസരിഷ്യതി. ഇത്യാകാശവചസ്പഷ്ടം തത്സർവൈരഭിവിശ്രുതം നാരദോ വിസ്മയം ലേഭേ നേദം ജ്ഞാതമിതി ബ്രുവൻ. ആകാശവാണിയുടൻ കേട്ടു മാമുനേ, ശോകമെന്തിനുദ്യമം തവ സാധ്യമാം. സത്കർമ്മമങ്ങിതിനാചരിച്ചിടണം ഉത്കൃഷ്ട സാധുക്കളോതും അതിൻ വഴി. മംഗളകർമ്മങ്ങൾ കൊണ്ടൊഴിക്കാം ഇവർക്കംഗവൈകല്യ വാർദ്ധക്യ നിദ്രാദികൾ. ഭക്തിയുമെങ്ങും പ്രസരിക്കുമൊന്നുപോൽ തർക്കമതീനില്ല നാരദ മാമുനേ. സ്പഷ്ടമായവരും കേട്ടിതു വിസ്മയപ്പെട്ടാൻ മുനി കർമ്മമജ്ഞാതമാകയാൽ. നാരദ ഉവാച അനയാകാശവാണ്യാഭി ഗോപ്യത്വേന നിരൂപിതം കിം വാദസാധനം കാര്യം യേന കാര്യം ഭവേത്തയോഃ. ക്വാ ഭവിഷ്യന്തി സന്തസ്തേ കഥം ദാസ്യന്തി സാധനം മയാത്ര കിം പ്രകർത്തവ്യം തദുക്തം വ്യോമഭാഷയാ. നാരദൻ പറഞ്ഞു, ആകാശവാക്കിയിലടക്കിയ കർമ്മമെന്താകാമതല്ലോ ഇവർക്കു രക്ഷാകരം. സാധുക്കളാരോ പറഞ്ഞു തരും പോലും ഏതു ദിക്കിൽ ചെന്നവരെ ഞാൻ കണ്ടിടും. കണ്ടാലുമെങ്ങനെ നിർണയിച്ചോതിടും വേണ്ടതെന്താണിനി എന്നുഴന്നാൻ മുനി. സൂത ഉവാച തത്ര താവപി സംസ്ഥാപ്യ നിർഗതോ നാരദോ മുനിഃ തീർത്ഥം തീർത്ഥം വിനിഷ്ക്രമ്യ പൃച്ഛൻ മാർഗേ മുനീശ്വരാൻ. വൃത്താന്തം ശ്രൂയതേ സർവൈഃ കിഞ്ചിൻ നിശ്ചിത്യനോച്യതേ
അസാധ്യം കേചന പ്രോജുർദുർജ്ഞേയം ഇതി ചാപരേ മൂകീഭൂതാസ്തധാന്യേ തു ഗീയന്തസ്തു പലായിതഃ ഹാഹാകാരോ മഹാനാസി ത്രൈലോക്യേ വിസ്മയാവഹഃ വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠൈർവിബോധിതം ഭക്തിജ്ഞാനവിരാഗാണാം നോദതിഷ്ഠത്രിഖം യഥാ. സൂതൻ പറഞ്ഞു, അസ്ഥലം വിട്ടുപോകായ് വാനവർക്കഥ നിർദ്ദേശമേകി പുറപ്പെട്ടു നാരദൻ. തീർത്ഥങ്ങൾ തോറും അസാധുക്കളെ തേടി വാർത്ത ഇതെങ്ങും കഥിച്ചു കഴിച്ചു നാൾ. കാര്യമിതു പല സാധുക്കൾ കേൾക്കിലും ആരും ഉറപ്പിച്ചു ചൊന്നതില്ലൊന്നുമേ. സാധിച്ചിടാതുള്ള സംഗതിയാണിതെന്നോതി ചിലർ അന്യരജ്ഞേയമെന്നതും. മിണ്ടിയില്ല ചിലരൊന്നും, ചില ജനം മണ്ടുകയും ചെയ്തു കേട്ടൊരാ മാത്രയിൽ. അത്ഭുതമിക്കഥ കേട്ടതു മൂലമായി മുപ്പാരിലും പൊങ്ങിയങ്ങുഹാരവം. ഗീത വായിച്ചു വേദാന്തം ശവിപ്പിച്ചു വേദവും മോദി എന്നിട്ടുമിരുവരും ഉന്നിദ്രരായതില്ലെന്നതു ചിന്തിച്ചു തന്നെയാണ് അത്ഭുതപ്പെട്ടതെല്ലാവരും. ഉപായോ നാഭരോസ്തീതി കർണേ കർണേ ജഭഞ്ജനാഃ യോഗിനാ നാരദേനാപി സ്വയം ന ജ്ഞായതേതു യത് തത്കഥം ശക്യതേ വക്തും ഇതരൈരിഹ മാനുഷൈഃ ഏവം ചർഷിഗണൈഃ പൃഷ്ടൈഃ നിർണീയോക്തം ദുരാസദം തതശ്ചിന്ധാതുരസോദ ബദരീവനമാഗതഃ തപശ്ചരാമി ഛാത്രേതി തദർത്ഥം കൃതനിശ്ചയഃ താവദ്ദദർശ പുരതഃ സനകാധ്യാൻ മുനീശ്വരാൻ കോടിസൂര്യസമാഭാസാനുവാചാ മുനിസത്തമഃ. യോഗീന്ദ്രനാം നാരദൻ അറിഞ്ഞിടുവാനാകാത്ത കാര്യമവനിയിലെന്തുവാൻ. ചിന്തിക്കലില്ലന്യമാർഗമെന്നേവരും മന്ത്രിച്ചുമെല്ലെ ചെവിയിൽ പരസ്പരം. ദേവമുനി അറിയാത്ത കാര്യം നരനാവതുണ്ടോ ധരിക്കാൻ ഋഷിയാകിലും എന്നിങ്ങനെ നിനച്ചമ്മുനി സഞ്ജയം ഒന്നിച്ചു ചൊന്നാര സാധ്യമിതെന്നു താൻ. ചിന്താതുരനായി ബദര്യാശ്രമം തന്നിൽ അന്ത്യമെത്തിച്ചെന്നു ദേവമുനീശ്വരൻ. എന്താകിലും ഈ വിഷമമൊഴിക്കുവാൻ വന്തപം തന്നെ തുടങ്ങാൻ ഒരുങ്ങിനാൻ. കണ്ടു മുന്നിൽ തഥാ കോടി സൂര്യപ്രഭയാണ്ട സനകാദ്യരെ കഥിച്ചാൻ മുനി. നാരദ ഉവാച ഇദാനീം ഭൂരിഭാഗ്യേന ഭവദ്ഭിः സംഘമസ്ഥിതഃ കുമാരാ വദതാം ശീഘ്രം കൃപാം കൃത്വാ മമോപരി ഭവന്തോ യോഗിനഃ സർവേ ബുദ്ധിമന്തോ ബഹുശ്രുതാഃ പഞ്ചഹായന സംയുക്താഃ പൂർവേഷാമപി പൂർവജാഃ സദാ വൈകുണ്ഠനിലയാഃ ഹരികീർത്തനതത്പരാഃ ലീലാമൃതരസോന്മത്താഃ കഥാ മാത്രൈകജീവനഃ ഹരിശരണമേവം ഹി നിത്യം യേഷാം മുഖേ വചഃ അധഃ കാലസമാദിഷ്ടാ ജരായുഷ്മാന്ന ബാധതേ യേഷാം ഭ്രൂഭംഗമാത്രേണ ദ്വാരപാലൗ ഹരേ പുരാ ഭൂമോ നിപതിതൗ സദ്യോ യത്കൃഭാതഃ പുരം ഗതൗ അഹോ ഭാഗ്യസ്യ യോഗേന ദർശനം ഭവതാമിഹ അനുഗ്രഹസ്തു കർത്തവ്യോ മയി ദീനേ ദയാപരൈഃ. നാരദൻ പറഞ്ഞു, തുംഗമാം ഭാഗ്യനിമിത്തമെനിക്കിഹ സംഗമം നിങ്ങളുമായൊത്തു നിർണയം. അല്ലയോ ധന്യകുമാര മുനീന്ദ്രരെ, ചൊല്ലുവിൻ കാരുണ്യമെന്നിൽ ചൊരിയുവിൻ. നിങ്ങളോ യോഗീശ്വരന്മാർ ബഹുശ്രുതർ, മംഗളന്മാർ മതിമാന്മാർ യശസ്വികൾ. എന്നും ഈ 5 വയസ്സിൽ കുമാരരായി മിന്നുവോർ പൂർവജർക്കൊക്കെയും പൂർവജർ. നിത്യവും വൈകുണ്ഠ ലോകത്തു വാഴുവോർ ദൈത്യാരി നാമസങ്കീർത്തന തൽപരർ. എന്നും ഭഗവാൻ ഹരിതാൻ ശരണമെന്നൊന്നീ ഹരിനാമകീർത്തനം പാടുവോർ. ഏതുമേ കാലത്തിനാലേ വരും ജരാബാധ തേണ്ടാതെ സമുല്ലസിച്ചിടുവോർ. മാധവലീലാവതാര കഥാമൃതാസ്വാദനാനന്ദമനുഭവിച്ചിടുവോർ.
ഗീരില്ല നിങ്ങൾ തന്മേന്മ വാഴ്ത്താൻ ഹരിദ്വാരവരെ ഭ്രൂചലന മാത്രത്തിനാൽ മണ്ണിൽ ജനിപ്പിച്ചു 3 ജന്മം കൊണ്ടു പിന്നെ അലഞ്ഞവർക്കേകി പൂർവം പദം. അത്രമേൽ മാഹാത്മ്യമേറും ഭവാന്മാരെ അത്ര ദർശിച്ചു ഞാൻ പുണ്യപൂരത്തിനാൽ. ദുഃഖിതനായിടും എന്നെ കൃപാദ്രയിൽ മുഖ്യരാം നിങ്ങൾ അനുഗ്രഹിച്ചിടുവിൻ. അശരീരഗിരോക്തം യത്തത്കിം സാധനമുച്യതാം അനുഷ്ഠേയം കഥം താവത് പ്രഭ്രുവന്തു സവിസ്തരം. ഭക്തിജ്ഞാനവിരാഗാണാം സുഖമുത്പദ്യതേ കഥം സ്ഥാപനം സർവവർണേഷു പ്രേമപൂർവം പ്രയത്നതഃ. എന്തൊരു കർമ്മത്തെ ആണശരീരിയിൽ ബന്ധിച്ചു ഗൂഢമായി വെച്ചിരിക്കുന്നതും എങ്ങനെ ഞാനതു ചെയ്യണമെന്നതും നിങ്ങൾ സവിസ്തരം എന്നോടു ചൊല്ലുവിൻ. ഭക്തിയും ജ്ഞാനവൈരാഗ്യങ്ങളും പരം സൗഖ്യമായി വാഴുവാൻ എന്തു ചെയ്തിടണം? 4 വർണ്ണത്തിലും ഈ 3 പേരെയും ചേലായുറപ്പിച്ചിടാനുമെന്താ വഴി?